¿A dónde va? Vamos recto para Colombia. Colombia. Sí. Subimos a la loma. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കടലിലൂടെ അപകടകരമായിട്ടുള്ള മരിക്കൂല എന്ന് തന്നെ പറയാം, അതുപോലുള്ള ജേണിയായിരുന്നു. 10-20 വെനിസുലൻ എമിഗ്രൻറ്റിൻ്റെ കൂടെ ഞാനും യാത്രയുമാണ്. എൻ്റെ അമിഗോസാണ്. അമിഗോസ് വാമോസ് കൊളംബിയ. നമ്മളിനി ഈ കാണുന്ന കാട് നടന്ന് കയറാൻ വേണ്ടി പോവാണ്. ഗർഭിണിയുണ്ട്, മക്കളായിട്ടുള്ള കുട്ടികളുണ്ട്. ഈ മല കണ്ടോ, അത് നടന്ന് കയറിയിട്ടാണ് നമ്മൾ ഇനി കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്തോട്ട് എത്താനായിട്ട്. രാവിലെ ഞാനും അവനും ഇവിടെയാണ് കിടന്നത്. ബാക്കി 3 എണ്ണം കെട്ടിപ്പിടിച്ച് അവിടെ കിടന്നു, 3 വെനിസിലക്കാർ. രാവിലെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ സൂര്യനൊക്കെ ഉദിച്ചു. സൂര്യൻ ഉദിച്ചാന്തോ ഇവിടെ നാട്ടെ കടൽ കണ്ടോ. ഇതാണ് നമ്മുടെ അറ്റ്ലാന്റിക് മഹാസമുദ്രം. Buenos días, bro, amigo. Buenos días, ¿qué pasó? ¿Ah? ¿Agua? ¿Eh? ¿Qué? Ajá. Ah, sí. ¿Robar? അവൻ പറഞ്ഞത് കള്ളന്മാര് തുണി അടിച്ചു മാറ്റിക്കൊണ്ടുപോയെന്നാണ് കേട്ടോ. അല്ലോ പടച്ചോന്, കള്ളന്മാര് തുണി അടിച്ചുകൊണ്ടിരിക്കുകയോ. റൂമൊക്കെ തുറന്നാ കിടന്നേ. ക്യാമറ, എൻ്റെ ക്യാമറ, സാധനങ്ങള്, ഫോണൊക്കെ ഇവിടെ ആയിട്ട് OBS ആരും വന്നില്ല എന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസത്തെ കടലിലുള്ള ജേണി എൻ്റെ അമ്മോ എന്തരായിരുന്നു കേട്ടോ. ഇങ്ങനെ പോയി ബോട്ട് മറിഞ്ഞില്ല. സത്യം പറയല്ല, ഇന്നലത്തെ ആ ജേണി അതിസാഹസികമായിട്ടുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. ഇന്നപ്പോൾ നമ്മൾ പോകുന്നത് കൊളംബിയയിലോട്ടാണ്. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് പനാമ എമിഗ്രേഷനിലാണ്, എമിഗ്രേഷൻ്റെ വില്ലേജിലാണ്. ഇനി ഇവിടുന്ന് ബോട്ട് എടുത്തിട്ട് നമ്മൾ കൊളംബിയ എമിഗ്രേഷനിലോട്ട് പോകും. ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇത് നമ്മുടെ അറ്റ്ലാന്റിക് കോസ്റ്റിനടുത്തുള്ള ഒരു ഭാഗമാണ്. ആ കാണുന്നത് നമ്മുടെ ഡാറിയൻ ജംഗിളാണ് കേട്ടോ. ആ കാണുന്നത് ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ബോട്ട് ഇറങ്ങിയിട്ട് ആ ഡാറിയൻ ഗ്യാപ്പിൽ കൂടെ കൊളംബിയ പോകാനുള്ള പ്ലാനായിരുന്നു. പോലീസ് സമ്മതിച്ചില്ല. അവസാനം എന്താണ്ട് ഇനിയിപ്പോൾ രാവിലെ എമിഗ്രേഷൻ തുറക്കും. അപ്പോൾ എമിഗ്രേഷനിൽ പോയി സ്റ്റാമ്പ് ചെയ്ത് എക്സിറ്റ് ചെയ്തിട്ട് ഇവരുടെ കൂടെ ഒരുമിച്ച് ബോട്ടിൽ പോകും. രാവിലെ അവിടെ ഒരു സെയിലിംഗ് ബോട്ട് യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന ഇവിടുത്തെ ഹോസ്റ്റലാണോ, പനാമയുടെയും കൊളംബിയയുടെയും ഫ്ലാഗ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ പോർച്ചുഗൽ, ജർമ്മനി, ഇതേതാ മനസ്സിലാവുന്നത്, ക്യൂബ, ജപ്പാൻ. ഇതേത് ഫ്ലാഗാ പൊറിഞ്ഞിരിക്കുന്നുണ്ട്. ക്യാമറയൊക്കെ ഉണ്ടല്ലോ, സർവൈലൻസ് ക്യാമറ. അപ്പോൾ ഇത് നമ്മുടെ പനാമ എമിഗ്രേഷൻ്റെ പോർട്ടിൻ്റെ ഭാഗമാണ് കേട്ടോ. അവിടെ കുറേ പേര് ഇന്ന് മീനെന്തോ പിടിക്കുന്നുണ്ട് ആ ഭാഗത്ത്. നല്ല ചിത്രം കേട്ടോ പനാമയുടെ. ഇവിടുത്തെ പള്ളി, അത് എന്താ സ്റ്റേഡിയമാണോ? ഈ കാണുന്ന പനാമ കനാല് നമ്മുടെ ബ്രിഡ്ജ് ഓഫ് അമേരിക്ക, പനാമ സിറ്റിയിലെ. ഇവിടെ രാവിലെ തന്നെ എല്ലാ ആൾക്കാരും മീൻ പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുഞ്ഞു മീൻ കേട്ടോ, അതാണ്ട് ചെറിയ മീനുകൾ ആൾക്കാർക്ക്. നമ്മുടെ നാട്ടിലെ മത്തിയൊക്കെ പോലുള്ള കുഞ്ഞു മീനുകൾ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ അയിലയാണ്. ഇവിടെ ഏതോ മീൻ അവർക്ക് ഇപ്പം കിട്ടി. ഇവിടെ മമീത്ത ¿Qué? Mamita, ¿qué? ¿Nombre de mamita? ഈ മീൻ്റെ പേര് മമ്മീത്ത എന്നാണ് കേട്ടോ, മമ്മീത്ത. ഈ കാണുന്ന പാട്ട് വരുന്നത് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. ഇതിവിടുത്തെ ബോർഡർ ടൗണിലെ നമ്മുടെ കൊളംബിയൻ എമിഗ്രേഷനാണ്. ബോർഡറില്ല, കറക്റ്റ് ബോർഡറല്ല, ബോർഡർ ഇനിയും കുറച്ച് പോകണം. അതിന് മുന്നുള്ള ഇവരുടെ എമിഗ്രേഷനൊക്കെ ഉള്ള ഒരു വില്ലേജാണ് കേട്ടോ, ഒരു കോസ്റ്റൽ ടൗണാണ്. ഞാൻ രാവിലെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കേക്ക് ഇവിടുത്തെ ബേക്കറിയിൽ നിന്ന് കഴിക്കാവുന്നതാണ്. ഇവിടെ എപ്പോഴും വെള്ളത്തിനാണ് കേട്ടോ വില. ഈ ഒരു ബോട്ടിലിന് 100 രൂപ കൊടുക്കേണ്ടി വന്നു. ആളുകളെല്ലാം രാവിലെ നമ്മളെ ബാഗ് എടുത്ത് നമ്മൾ യാത്ര തുടങ്ങുവാണ്. രാവിലെ തന്നെ കടൽ നല്ല ശക്തമാണ്. അമീഗോ വാമോസ്. ആ കടൽ നല്ല ശക്തമാണ് കേട്ടോ രാവിലെ തന്നെ.
അങ്ങനെ നമ്മുടെ എല്ലാം ക്ലിയർ ആയി കേട്ടോ. ഇവർക്ക് വിസയൊന്നുമില്ല, പാസ്പോർട്ടൊന്നുമില്ല, ഇവരുടെ എല്ലാം ക്ലിയർ ചെയ്തു, എൻ്റെതും ക്ലിയർ ചെയ്തു. എൻ്റെ അടുത്ത് അപ്പോൾ എമിഗ്രേഷൻ ഓഫീസർ പറയാം, ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരൻ ഇതുവഴി ലീഗലായിട്ട് പോകുന്ന കാണുന്നത്. ചില സമയത്ത് ഇവർ പിടിക്കും കേട്ടോ, ഇന്ത്യക്കാരെയൊക്കെ പിടിച്ച് ഡീപ്പോർട്ട് ചെയ്യും. അതൊന്നും ഇന്ത്യക്കാരാണ്, ബട്ട് അവർക്കൊന്നും ലീഗലില്ല. ഇവരെ സുരിനാമ എത്തിയിട്ട് പാസ്പോർട്ട് വലിച്ചു കളയും കേട്ടോ. എന്നിട്ട് ഇവർ ഇല്ലീഗലായിട്ട് പല രാജ്യങ്ങളിലൂടെ കടന്നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ എത്തുന്നത്. ധാരാളം ഇന്ത്യക്കാരാണ് കേട്ടോ വരുന്നത്. ¿Cómo hace chaleco rápido? 2 minutos le doy. Aquí ya no hay baño de chaleco, que no, que este Este de llanero. Ya. Ahí está. ¿Cómo es? de bola. വെനിസുലാനോ? No, venezolano no. Hindú. നമ്മളിവിടെ നല്ല ലൈഫ് ജാക്കറ്റ് എടുക്കാൻ വേണ്ടി ആളുകൾ അടികൂടുകയാണ് കേട്ടോ. കാരണം എപ്പം വേണോ മുങ്ങിപ്പോവാം. നല്ല ലൈഫ് ജാക്കറ്റ് ഇല്ലെങ്കിൽ പണി കിട്ടും. ഫൈനലി വാമോസ് നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഫുള്ള് തിരമാലകളായതുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ എന്തോ പോയിട്ട് നമ്മൾ ചിലപ്പോൾ യാത്ര മുന്നോട്ട് പോകില്ല കേട്ടോ. എല്ലാവരെയും പുറകിലോട്ട് പാക്ക് ചെയ്ത് ഇരുത്തിയിട്ടുണ്ട്. കാരണം ഫുള്ള് ഇന്ന് പ്രശ്നമാണ് കേട്ടോ. വാവ്, നമ്മുടെ യാത്ര തുടങ്ങുന്നുണ്ട്. എന്റെ അമ്മോ, റോളർ കോസ്റ്റർ പോലെയാണല്ലോ പടച്ചോനെ. പൊങ്ങുന്നുണ്ടോ? ഓ എന്റെ അമ്മ, ആ ബാക്ക് പൊങ്ങുന്നേ സീനാണ് കേട്ടോ. പുള്ളിക്കാരൻ എല്ലാവരും ദേഹത്തും വെള്ളമായി കേട്ടോ. എന്റെ ദേഹത്ത് ഫുൾ ഉപ്പ് വെള്ളം, ഭയങ്കര കടൽക്ഷോഭം. കഴിഞ്ഞ ദിവസം പേടിച്ചാണ് എല്ലാവരും വന്നത്. അതുകൊണ്ട് ഇന്ന് വലിയ പേടിയില്ലാതെ തോന്നുന്നുണ്ട് ആർക്കും. ഭയങ്കര ഒരു അഡ്വഞ്ചർ ഫണ്ണായിട്ട് എടുക്കുന്ന പോലെ. മാത്രമല്ല മരണമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായല്ലോ, അപ്പൊ അതുകൊണ്ട് ആൾക്കാർക്ക് ആ പേടി മറന്നു. നമ്മളിവിടെ അടുത്തൊരു വില്ലേജിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന മലയില്ലേ, ആ മലയുടെ അപ്പുറത്താണ് കേട്ടോ കൊളംബിയ. ഇവിടെ എന്തിനാണ് തോട്ടോ ഇവിടെ നിർത്തിയിരിക്കുന്നത്? ഇവിടെ പോലീസുകാരൊക്കെ ഉണ്ടല്ലോ. അവിടെ അത് ടൂറിസ്റ്റ് ആണോ? അവർ ടൂറിസ്റ്റ് ആണല്ലോ. നമ്മുടെ ബോട്ട് കൊണ്ടുവന്ന് ഇവിടെ നിർത്തി. എന്തിനാണെന്ന് അറിയില്ല കേട്ടോ. കടൽക്ഷോഭം ആയതുകൊണ്ട് പോകാൻ പറ്റൂലെന്നാണ് തോന്നുന്നത്. ഇവിടെ നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള ബീച്ചിലാണ് കേട്ടോ കൊണ്ടുവന്ന് നിർത്തിയത്. ഇതാണ് അവസാന സ്റ്റോപ്പ്. അമീഗോ, ഇന്നും എത്തൂലാന്ന് തോന്നുന്നു കേട്ടോ കൊളംബിയ. ആ മലയുടെ അപ്പുറത്ത് കൊളംബിയാണ് സത്യത്തിൽ. ആ മലയുടെ തൊട്ടപ്പുറത്ത് ഇതെനിക്ക് തോന്നുന്നു ടൂറിസ്റ്റിക് ആയിട്ടുള്ള ഏരിയ ആണെന്ന് തോന്നുന്നു. പനാമയുടെ ബോർഡർ വില്ലേജ് ആണ് കേട്ടോ ഈ കാണുന്നത്.
ഓ ദാരിയലിന്റെ മഞ്ഞ ഇത് നോക്കിക്കേ. ഇവിടെ മീൻ പിടിച്ചിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. അതോ പൈസ കൊടുത്ത് അപ്പം തന്നെ വാങ്ങുക. $10 ഒരു മീൻ 1000 രൂപ അടുപ്പിച്ചോ. കോന്തോ അമിഗോ കോന്തോ. ഇവിടെ മീൻ വാങ്ങുന്നതല്ല കേട്ടോ, ഇവർ പൈസ എക്സ്ചേഞ്ച് ചെയ്യണമാണ്. കൊളംബിയയിലോട്ട് ഇനി നമ്മൾ നടന്നാണ് പോകുന്നത്. ഈ മല കയറി നടന്ന് കൊളംബിയയിലെത്തും. എനിക്കൊന്ന് കൊളംബിയൻ സൈഡിൽ നിന്നാണെന്ന് തോന്നുന്നു കേട്ടോ. കുറേ ടൂറിസ്റ്റുകളാണ് ഇവരൊക്കെ വന്നിറങ്ങുന്നത് കേട്ടോ. ഇവിടെ ഈ ബീച്ച് ഭാഗത്ത് ആസ്വദിക്കാൻ വേണ്ടി വരുന്നവരാണ് ഇവരെല്ലാം. ഇവിടെ ഇതെല്ലാം ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയാണ് കേട്ടോ. പക്ഷേ വെള്ളം കയറി ഡേർട്ടി ആയിട്ട് കിടക്കുവാണ് ഈ ഭാഗത്തെല്ലാം. ബിയൻവെനിദോ അൽ പാറൈസോ. Ahorita los mochileros andan ahí. Depende de ustedes, ¿no? Sí, sí, sí. Escucharon. Vamos bien, avanzamos. Sí. Llegaron bienvenidos, llegamos Vamos. a Colombia. നമ്മളിനി കാട്ടിലൂടെ നടക്കാൻ വേണ്ടി തുടങ്ങുവാണ്. ശബരിമലയിൽ പോകുന്ന പോലെ എല്ലാവരും. Vamos, vamos. Vamos. Vamos, vamos. Vamos, vamos, vamos. Vamos, Colombia. Vamos. നമ്മുടെ നടത്തം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാഗ് കൊണ്ട് പോകാനായിട്ട് ഇവിടെ ഉള്ള ലോക്കൽസ് പൈസ കൊടുത്താൽ കൊണ്ടുപോകും. ബട്ട് അതിന് പൈസ കൊടുക്കണം. ചിലവർ കൊടുത്തിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് വളരെ പരിതാപകരമായിട്ടുള്ള വഴികളാണല്ലോ. Vamos, vamos. Para encima, papi. Gracias a Dios. അവിടെ അവനെ അത് വെച്ച് കയറ്റാൻ പറ്റുന്നില്ലല്ലോ. ഏയ് vamos, vamos. Vamos, vamos, vamos. Let's go. Let's go. കോമഡി അതല്ല കേട്ടോ. ഒരു സ്ഥലത്ത് കറങ്ങാനായിട്ട് വരുന്ന ആളുകളുടെ ജീവിതം മറ്റൊരു സ്ഥലത്ത്, അതായത് ഇങ്ങനെ എമിഗ്രന്റ് ആയിട്ടൊക്കെ പോകുന്ന. ബൈ ബൈ ചാവോ. ഉണ്ടല്ലേ ഇവരൊക്കെ കറങ്ങാൻ വേണ്ടി. ഹലാ പനാമയുടെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. Vamos para Colombia, chicos. Venezuela. ഇവിടെ കടലിന്റെ തൊട്ടടുത്ത് തന്നെ കാട്. ഇതല്ല കാടാണ് തൊട്ടപ്പുറത്ത്. ഇത് നമ്മുടെ നാട്ടിലെ പോലത്തെ ഉള്ള തേങ്ങാപ്പണയും വാഴപ്പണം ആ ഒരു സംഭവമാണ് കേട്ടോ ഈ കാണുന്നത്. പടച്ചോനെ നമ്മുടെ മലകയറ്റം തുടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന നമ്മുടെ നാട്ടിലെ ചെമ്പരത്തി. ഹലാ വാവ്. ഇനിയാണ് കേട്ടോ നമ്മുടെ കയറ്റം തുടങ്ങിയത്. പുള്ളി ഏയ് മീങ്കോ എൻ്റെ അമ്മോ, ഇത് കയറുന്ന ചെറിയ പരിപാടിയൊന്നും അല്ല. വാ ഫൈനലി കൊളംബിയയുടെ സൈഡെത്തി. വാ Venezuela, loquito. sí sí Colombia. വാ Para acá. India. sí 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 ഉനവിനെ. ഇതാണ് കേട്ടോ ഇവിടെ പോലീസിയുടെ. ഇനി താഴോട്ട് കൊളംബിയ. ഈ കാണുന്ന മല മേടിച്ചമീകോ. ഈ കാണുന്നത് പനാമ സൈഡ്. മലയുടെ മോളിൽ നോക്കുമ്പോൾ ബോർഡർ. ഇപ്പുറത്ത് പനാമ, ഇപ്പുറത്ത് കൊളംബിയ. ആ കാണുന്നത് നമ്മുടെ കൊളംബിയയിലെ ആദ്യത്തെ വില്ലേജ് ആണ് കേട്ടോ. അവിടത്തെ എൻ്റെ ദേഹത്തെ ടാറ്റു നോക്കിക്കേ. ബിയൻ ബ്രോ എൽസാവഡോർ. ഓ കണ്ണാണ് കേട്ടോ. ഇവിടെ എല്ലാത്തിനും ടാറ്റു ആണ് കേട്ടോ. 1982. Dígale el TikTok que tiene. El TikTok que tiene por 1.50. Movarín en la casa, chico. ആ ഗർഭിണിയായിട്ടുള്ള അവരൊക്കെ എങ്ങനെ നടക്കുന്നു നോക്കിക്കേ.
Subió el Darién, que eran como 4 subidas de estas. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. മുകളിൽ ഇവിടെ പനാമ എന്ന് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഇതിൽ കൊളംബിയ എന്ന് എഴുതിയിട്ടുണ്ട്. എൻ്റെ അമ്മ തല ഇറങ്ങുന്നു കേട്ടോ അവിടെ. അവിടെ ഒരാൾക്ക് വയ്യ കേട്ടോ, തളർന്ന് വീണ് കിടക്കുവാണ്. ഇനി നമ്മൾ താഴോട്ട് ഇറങ്ങുവാണ്. മല താഴോട്ട് ഇറങ്ങിയിട്ട് വീണ്ടും ഒരു മല മുകളിലോട്ട് കയറണം. കുറേ ഉണ്ട് കേട്ടോ. കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട് അല്ല. എൻ്റെ കയ്യിൽ 2 പാവ ഒരുത്തനാണെങ്കിൽ കേട്ടോ വയ്യാതെ നടക്കുന്നത്. ഞാൻ അതുകൊണ്ട് അവൻ്റെ കൂടെ എടുക്കുവാണ്. എല്ലാവരും എൻ്റെ അടുത്ത് നല്ല സ്നേഹമാണ് കേട്ടോ ഇവരെല്ലാവരും. ഞാനും അങ്ങോട്ട് അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യും. കാരണം അവിടെ വൈഫൈ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവരുടെ വീട്ടിലും വിളിച്ചു കൊടുക്കും. അങ്ങനെ എല്ലാവരും എന്നെ ഭയങ്കര സ്നേഹമാണ്. എല്ലാവരും വിളിക്കുന്നത് ഹിന്ദു ഹിന്ദു ഹിന്ദു, ഇന്ത്യ ഇന്ത്യ ഇന്ത്യ, അങ്ങനെയാണ് കേട്ടോ എന്നെ വിളിക്കുന്നത്. അങ്ങനെ നമ്മൾ കൊളംബിയയുടെ വില്ലേജിലോട്ട് എത്തിയിട്ടുണ്ട്. എല്ലായിടത്തും എന്തോ ബോർഡുണ്ട് കേട്ടോ. എന്ത് ബോർഡാണെന്തോ. വെയിൽ റോഡാണെങ്കിൽ നല്ല മോശം. നമ്മളങ്ങനെ വന്ന് ഇവിടുത്തെ ഒരു പള്ളിയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു കുഞ്ഞ് ചർച്ച്. അത്യാവശ്യം ടൂറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. കൊളംബിയയിലെ നമ്മുടെ ഫസ്റ്റ് സ്ഥലമാണ് ഈ കാണുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് സബ്സൂറോ എന്നാണ് കേട്ടോ. സബ്സൂറോ. ഇനി ഇവിടെ നിന്ന് എനിക്ക് ഒന്ന് ബോട്ട് എടുത്തിട്ട് വേണം നമ്മൾ കപ്പുറുങ്കാന എന്ന് പറയുന്ന നമ്മുടെ നെക്സ്റ്റ് വില്ലേജ്, അവിടെയാണ് നമ്മുടെ എമിഗ്രേഷൻ വരുന്നത്. അങ്ങോട്ട് പോകുന്ന ഒന്ന് അത് ഈ മലയ്ക്ക് അപ്പുറത്തായിട്ടാണ് കേട്ടോ. നമ്മളിനി അങ്ങനെ നമ്മുടെ ഒരു ബോട്ട് പോകുന്നു കേട്ടോ. നമ്മൾ 2 ബോട്ടിലായിട്ടാണ് പോകുന്നത്. എല്ലാവരും പോകുന്നതിന് മുന്നേ ഒരു ആമീനൊക്കെ പറയും. നമ്മുടെ യാത്ര തുടങ്ങുവാണ് കേട്ടോ. ആ ബോട്ട് ഓൾറെഡി പോയി, മറ്റേ ബോട്ട്. അങ്ങനെ നമ്മുടെ കൊളംബിയയിലെ യാത്ര ഇവിടെ തുടങ്ങുവാണ്. നെക്സ്റ്റ് നമ്മുടെ കപ്പുർഗാന എന്ന് പറയുന്ന നമ്മുടെ ബോർഡർ ടൗണിലോട്ടാണ് പോകുന്നത്. നമ്മളൊരു ചെറിയ മരണക്കളിയിലാണ് കേട്ടോ പോകുന്നത്. ബോട്ട് ഇപ്പോൾ ഒന്നും ഇങ്ങനെ മറിഞ്ഞായിരുന്നു. എല്ലാണത്തിൻ്റെ കണ്ണങ്ങ് പോയി കേട്ടോ. പേടിച്ചു പോയി എല്ലാവരും. ഞാൻ മാത്രം എന്താണെന്നോ അവിടെ അപ്പം പേടിച്ചില്ല. ഇവന് ലൈഫ് ജാക്കറ്റ് പോലും ഇല്ല കേട്ടോ. ബോട്ട് മറിയുന്നു പടച്ചോനെ. അങ്ങനെ നമ്മുടെ കപ്പുർഗാന എന്ന് പറയുന്ന നമ്മുടെ കൊളംബിയൻ എമിഗ്രേഷനുള്ള കോസ്റ്റൽ വില്ലയിലോട്ട് എത്തിയിട്ടുണ്ട്. അവിടെ കുറേ ബോട്ടുകളൊക്കെ കിടക്കുവാണ്. ഈസി അല്ല കേട്ടോ. കടൽ ഇന്ന് ഭയങ്കര പ്രശ്നമാണ്. ഫുള്ള് ഇന്ന് കടൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും തിരമാലയും
എല്ലാവരും ഫൈനലി ഇവിടെ സേഫായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. 2 ബോട്ട് ഇവിടെ നമ്മുടെ കപ്പൂർഖാന എന്ന് എഴുതിയ ഇതുണ്ട് കേട്ടോ. ഞാനിനി എമിഗ്രേഷനിൽ പോകണം. എനിക്ക് വിസ അടിക്കണം ആദ്യം. വാ, ഇവിടെ എന്താ ഇവർ ഗെയിം എന്തോ കളിക്കുകയാണ് കേട്ടോ. ഇന്നിനി യാത്രയില്ല, നാളെ മാത്രമേ യാത്ര ഉള്ളൂ. കൊളംബിയ എത്തിയപ്പോൾ ഫുള്ള് ബൈക്കൊക്കെ ഉണ്ട്. അവരെല്ലാവരും അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ എൻ്റെ പാസ്പോർട്ട് വെച്ചിട്ട് ഇനി എമിഗ്രേഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടി പോവാം. ഫൈനലി കൊളംബിയയിലോട്ടുള്ള എമിഗ്രേഷൻ കഴിഞ്ഞ് ഒരു ഹോട്ടൽ ബുക്ക് വഹിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് വൈഫൈ കണക്ട് ചെയ്തിട്ട് ഒരു ഹോട്ടൽ ഫേക്ക് ബുക്ക് ചെയ്തു. എന്നിട്ട് അതപ്പം തന്നെ ക്യാൻസൽ ചെയ്തു. Booking.com വഴി അങ്ങനെ ചെയ്യാവുന്നതാണ്. കൊളംബിയയിൽ നമ്മുടെ ബറാങ്കില എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ പോകുന്നത്. അവിടെ കാർണിവൽ അടക്കമാണ് ആദ്യം. ഇനി ഇവിടെ നിന്ന് നാളെ അടുത്ത ബോട്ടുള്ളൂ. ബോട്ട് ഭയങ്കര പ്രശ്നം കേട്ടോ. കടലിൽ ശോഭ വേണ്ടി ഇനി നാളെ ബോട്ടുള്ളൂ. ഭക്ഷണം കഴിച്ചു. ഇവരെല്ലാം എമിഗ്രൻസ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ ഹോട്ടലെടുത്ത് കിടക്കണം, അല്ലെങ്കിൽ ഇവരുടെ എമിഗ്രേഷൻ്റെ ഒരു ജയിൽ പോലത്തെ ഒരു സ്ഥലമുണ്ട്, അവിടെ കിടക്കാം. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ കിടക്കാം, എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് എവിടെ വേണോ ടെൻ്റ് അടിച്ച് കിടക്കാം. പക്ഷേ നാളെ ഒരുമിച്ച് പോകേണ്ടതാണ്. അപ്പം ബോട്ടിന് ഞാൻ വേറെ പ്രത്യേകം പൈസ കൊടുക്കേണ്ടി വന്നു കേട്ടോ. 10,000-3000 രൂപ ഞാനിപ്പോൾ കൊടുത്തു നാളത്തെ ബോട്ടിന് വേണ്ടി. ഇത്ര ഇങ്ങോട്ട് വന്നതിന് വലിയ പൈസയൊന്നും ആയില്ല, ബട്ട് ഇനിയുള്ളതിന് 3000 രൂപ കൊടുക്കണം. അത് ഒരു അരമണിക്കൂർ ബോട്ട് റൈഡാണ് കേട്ടോ. അത് അപ്പുറത്തെ നിക്കൊക്കുളി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട്ട് പോകാം. നമ്മളെ വണ്ടിയിൽ കാറ്റടിച്ചു. ഇനി നമ്മളെ ജയിലിലോട്ട് കൊണ്ടുപോവാം. കറക്റ്റ് നമ്മുടെ നാട്ടിലുള്ള ചെടിയും സംഭവങ്ങളും പച്ചപ്പും എല്ലാം കേട്ടോ. കറക്റ്റ് ഇവിടെ കുറേ ബൈക്കുകൾ, പിന്നെ ഇതുപോലുള്ള നമ്മുടെ ടുക്ക് പോലത്തെ സാധനമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വീടുകളാണ് കേട്ടോ, നല്ല രസമുള്ള. ഇത് ഭയങ്കര ടൂറിസ്റ്റിക് ആയിട്ടുള്ള സ്ഥലം കൂടിയാണ് ഈ കാണുന്ന ഏരിയ. ഏതോ കാട്ടിലൂടെയാണല്ലോ നമ്മളെ കൊണ്ടുപോകുന്നത്. വാഴപ്പണയും വീടുകളും. ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ. ഇവരെല്ലാം 3-4 വർഷമൊക്കെ US നിന്നവരാണ് കേട്ടോ. റെഫ്യൂജികളുടെ ഒരു സ്ഥലത്തുണ്ട്, അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. ഞാൻ മാത്രമേ ഉള്ളൂ സത്യത്തിൽ. ഇവരെല്ലാവരുമാണ് റെഫ്യൂജി. ബട്ട് റെഫ്യൂജിയുടെ സ്ഥലത്ത് പോകുന്നത് ഞാൻ മാത്രം കേട്ടോ. അവരെല്ലാവരും ഹോട്ടലിൽ നിൽക്കാൻ വേണ്ടി പോവാണ്. പടച്ചോനെ, ഇതാണോ ഇവരുടെ റെഫ്യൂജി സ്ഥലം? എല്ലാവരും ഹോട്ടലിൽ നിന്നു, ഞാൻ മാത്രം റെഫ്യൂജി ആയിട്ട് വന്നു. Amigo, ¿tú Yeah. Hola. ഇവൻ മാത്രം കേട്ടോ, നമ്മുടെ ടീമിൽ നിന്ന് ഇവൻ മാത്രം റെഫ്യൂജി ആയിട്ട് വന്നു. അടിപൊളി കേട്ടോ. എമിഗ്രൻസിനൊക്കെ വേണ്ടി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഹാമോക്ക് വേണമെങ്കിൽ നമ്മൾ 20 പെസോസ് കൊടുക്കണം. ടെൻറ്റ് വേണമെങ്കിൽ അതിന് കൊടുക്കണം. നമ്മുടെ ബെഡ് വേണമെങ്കിൽ അതിന് കൊടുക്കണം. ഈ കാണുന്നത് ഓരോ രാജ്യത്തിൻ്റെ ഫ്ലാഗുകളാണ് കേട്ടോ. പാകിസ്ഥാൻ്റെ ഫ്ലാഗ്, നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗില്ലേ, പല രാജ്യത്തിൻ്റെ ഫ്ലാഗൊക്കെയാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇവിടുത്തെ ഒരു റൂട്ട് മാപ്പാണ് കേട്ടോ. അതായത് ഇത് കോസ്റ്ററിക്ക, ഇവിടെ എങ്ങനെയാണ് കാട് വഴി പോകുന്നതെന്നുള്ള ഒരു റൂട്ട് മാപ്പൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കപ്പൂർഖാന എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. അവിടെ നിന്ന് കാട് വഴി ഇങ്ങനെ പോകാനുള്ള റൂട്ടൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അടിപൊളി കേട്ടോ. എമിഗ്രൻസിന് വേണ്ടിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ എല്ലായിടത്തും നല്ല കുറേ പെയിൻറ്റിങ്ങുകളൊക്കെയാണ് കേട്ടോ. ക്രിസ്മസിൻ്റെ പെയിൻറ്റിങ്. ഇവിടെ താണ്ടെ ക്രിസ്മസിൻ്റെ പെയിൻറ്റിങ്. ഇവിടെ ഹാമോക്കിന് വേറെ പൈസ കൊടുത്ത് കിടക്കുന്നവരാണ് കേട്ടോ. അവിടെ എമിഗ്രൻ്റ് ആയിട്ട് ഡാറിയൻ ജംഗിൾ കടന്നു പോകുന്ന ആളുകളുടെ പെയിൻറ്റിങ്. അടിപൊളി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. എന്താ രസം, ഭയങ്കര വൈബ്, ഭയങ്കര കഥകള് എല്ലാം ഒത്തുചേരുന്ന സ്ഥലം കേട്ടോ. നമ്മുടെ 4 കൂട്ടുകൾ ഇവ എന്നാ സെൻസിലയിൽ പോകാൻ വേണ്ടി വിളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാം വാ. ഇതിവിടെ എമിഗ്രൻ്റ് ആയിട്ട് വരുന്ന കലാകാരന്മാരൊക്കെ വരച്ച് വെക്കുന്ന ചിത്രങ്ങളാണ് കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുന്നേ, ട്രംപ് അധികാരത്തിൽ വന്ന് ഈ ഐസൊക്കെ വന്ന് പുറത്താക്കുന്നില്ല, അതിന് മുന്നേ ആണെങ്കിൽ ഇവിടെ ഫുൾ ആളുകളായിരിക്കും കേട്ടോ, കെട്ട് കണക്കിന്. കാരണം എല്ലാ വരുന്ന ആളുകളും ഇവിടെയാണ് വന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇവിടെ നിന്ന് പോകും ഒരുമിച്ച് അങ്ങനെയൊക്കെ. ഇവിടെ നമ്മുടെ ചോക്ലേറ്റ് സി നമ്മൾ പുറത്തോട്ട്. ഇവിടുത്തെ പടങ്ങൾ കണ്ടോ? ഇതാ ഈ കാണുന്നതെല്ലാം ലൈഫ് ഓഫ് എമിഗ്രൻസ് ആണ് കേട്ടോ. അവരുടെ സ്റ്റോറികളാണ് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. കാട് വഴി പോകുന്ന കഥകള്. വാവ്. ഇമാരുടെ കോഴിക്കണ്ണ് നോക്കിക്കേ. അവിടെ ഒരു പെൺകുട്ടി ഇരിക്കുന്നു കേട്ടോ. അതുകൊണ്ടുള്ള കോഴിക്കണ്ണാണ്.
പെൺകുട്ടികളെ കാണുമ്പോൾ അവന്മാരെ നോട്ടം നോക്കിക്കോ. Darien jungle crossing Colombia, Panama. Walker, there is no path. The path is made by walking, generating more hope to achieve the American dream. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു അമേരിക്കൻ ഡ്രീമിൻ്റെ ഒരു തലസ്ഥാന നഗരമെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് പല ആളുകൾ അമേരിക്കയിൽ പോകുന്നത് അവിടെ പോയി പൈസ സമ്പാദിച്ചിട്ട് അവരുടെ കുടുംബത്തിനെല്ലാം അയച്ചു കൊടുക്കാനാണ്. അങ്ങനെ ആ ഒരു സ്വപ്നമേറി ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ധാരാളം ആളുകൾ ലാറ്റിൻ അമേരിക്കയിൽ വന്നിട്ട് ഇവിടെ നിന്ന് കാടുകൾ ഏന്തി ഡാറിയൻ എന്ന് പറയുന്ന മഹാകാട് ഏറി അമേരിക്കയിലെത്താറുണ്ട്. അതുപോലെ തന്നെ വെനിസ്വേലയിൽ നിന്നും മറ്റു പല സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും പല ആളുകൾ ഈ കാണുന്ന സ്ഥലത്തെത്തി ഇവിടെ നിന്ന് പല ആളുകളുമായിട്ട് ഒരുമിച്ച് അവരുടെ യാത്ര തുടങ്ങാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ ഞാനിപ്പം നിൽക്കുന്നത്. ഇവിടെ മാത്രമല്ല, ഇവിടെ ആക്ച്വലി വാഷ്റൂമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വാഷ്റൂമുണ്ട്, ഇവിടെ TV ഉണ്ടായിരുന്നു. അപ്പോൾ TV എല്ലാം തൊലഞ്ഞ് കേടായിട്ട് കിടക്കുവാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് അവർ കോംപ്രമൈസോ, അതായത് കോംപ്രമൈസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ ജീവിക്കാനാണ് കേട്ടോ. എനിക്കൊന്ന് ഒരു NGOയോ വല്ലതൊക്കെ നിർമ്മിച്ചതായിരിക്കണം ഈ കാണുന്ന ഒരു പ്ലേസ് കേട്ടോ, ഇവിടെ വരുന്ന ആളുകൾക്ക് വേണ്ടി. ഇവിടെ എന്നിരുന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പല ആളുകൾ വന്നിട്ട് ഇനി ഈ കാണുന്ന ആളുകളൊക്കെ അമേരിക്കയിലോട്ട് പോകുന്നവരാണ് കേട്ടോ. നമ്മൾ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നവരല്ലേ, അതായത് ഞാൻ മറ്റ് എമിഗ്രൻസ്. ബട്ട് ഇവരൊക്കെ എന്ന് പറയുമ്പം അമേരിക്കയിലോട്ട് പോകുന്നവരാണ്, അമേരിക്കൻ ഡ്രീമിന് വേണ്ടി കൊതിച്ച് പോകുന്നവരാണ് കേട്ടോ. അവിടെ ദാണ്ട് ആ പുള്ളിക്കാരൻ്റെ ഒരു കൊച്ചു മോളൊക്കെ ഉണ്ട് കേട്ടോ. ആ മോളെയും കൊണ്ടാണ് പോകുന്ന, മോളും ഭാര്യയുണ്ട്. ഈ ടെൻറ്റിൻ്റെ അകത്ത് പുള്ളിയുടെ ഭാര്യയുണ്ട്. ഈ കാണുന്നത് ഇവിടെയുള്ളൊരു വിമാനത്തിൻ്റെ റൺവേ ആണ്. അപ്പോൾ ധാരാളം പേര് കുതിരയിൽ പോകുന്നത് കാണാൻ സാധിക്കും കേട്ടോ. ഇവിടെ വിമാനത്തിൻ്റെ റൺവേ ആണ് കേട്ടോ ഈ പാരലായിട്ട് കാണുന്നത്. നല്ല രസമായിരിക്കും കേട്ടോ ഇവിടെ വിമാനത്തിൽ വന്നിറങ്ങാനായിട്ട്. ഞാൻ അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഈ നാട് കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടം വരെ വന്നില്ലേ. ഇവിടെ അവർ വീട്ടിൽ ചിക്കനാണോ വിൽക്കുന്നത്? റോസ്റ്റഡ് ചിക്കനാണ് കേട്ടോ. അല്ല, ഇതാണ് ഇവിടുത്തെ ഒരു സെൻട്രൽ ഭാഗം. അവിടെ യോ ലവ് കപ്പുങ്കാന എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ കാണുന്ന എല്ലാം ഹോട്ടലുകളൊക്കെയാണ് കേട്ടോ. ഈ കാണുന്നതെല്ലാം ഭയങ്കര ടൂറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്ഥലം. വളരെ ചെറിയൊരു ടൗൺ കേട്ടോ. നമ്മൾ നേരെ ഞാൻ 1 കിലോമീറ്റർ പോലും നടന്നില്ല, അപ്പം തന്നെ നമ്മുടെ ഈ കാണുന്ന പോർട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. വൈകുന്നേരം കുറച്ച് കടൽ ശാന്തമുണ്ട് കേട്ടോ. രാവിലെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഈ കാണുന്നതെല്ലാം നമ്മുടെ റെസ്റ്റോറൻറ്റും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ. ഇവരിവിടെ പോർട്ടിൽ വന്ന സാധനങ്ങൾ, നമ്മുടെ ഗ്യാസ് കുറ്റി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇറക്കുവാണ്. ആ കാണുന്ന ബോട്ട് പോലത്തെ സംഭവങ്ങളിലൊക്കെയാണ് കേട്ടോ ഇതൊക്കെ വരുന്നത്. ഇങ്ങോട്ട് വരാൻ റോഡ് മാർഗം വരാനായിട്ട് ഭയങ്കര പാടാണ്. ഇവിടെ എത്തില്ല കേട്ടോ, റോഡ് മാർഗ്ഗം ഇല്ല. ബോട്ട് വഴി മാത്രമേ ഇവിടെ വരാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ നടക്കണം. ഇവിടെ ഇവരൊക്കെ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നവരാണ് കേട്ടോ, വലയിട്ടിട്ട് മീൻ പിടിക്കാനായിട്ട്. ഇവിടെ കുറേ ഇതുപോലുള്ള സ്പാനിഷ് ആർക്കിടെക്ചർ രീതിയിലുള്ള കുറേ പള്ളികളുണ്ട്. ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയാണോ ഇങ്ങനെ പോലീസ് തോക്കൊക്കെ വെച്ചിരിക്കുന്നത്? വാവ്, അടിപൊളി പെയിൻറ്റിങ് കേട്ടോ. നമ്മുടെ ബീച്ച് ഫ്രണ്ടായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ നമ്മുടെ ഡിയോ ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ ഡിയോ സ്കൂട്ടർ. ഞാനിവിടെ തിരിച്ചിട്ട് വന്നിട്ട് വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മളിവിടെയാണ് കൊണ്ടുവന്ന് ഇറക്കി. ഇവിടെ നല്ല ഫ്രീ ആയിട്ടുള്ള നല്ല ശുദ്ധ കുടിക്കാനുള്ള വെള്ളം കിട്ടും കേട്ടോ. ഇവിടെ ഇമിഗ്രേഷൻ്റെ ഒരു ഭാഗമാണ്. അവിടെയാണ് നമ്മുടെ കടൽ, കരീബിയൻ കടൽ, അറ്റ്ലാന്റിക് ഓഷൻ. ഞാൻ തിരിച്ചു വന്നു, കാരണം ഇവിടെ 6 മണിക്കൊന്നും അടയ്ക്കുന്ന കേട്ടോ ഈ റെഫ്യൂജികളുടെ ഈ ഒരു സ്ഥലം. ഇവിടെയും തന്നെ മാപ്പുണ്ട് കേട്ടോ. കപ്പുർങ്കാന 1, പിന്നെ 2, അങ്ങനെ ഓരോ സ്ഥലങ്ങളുടെ മാപ്പ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അവരടയ്ക്കാൻ വേണ്ടി പോവാണോ ഇവിടെ? ഇനി എനിക്ക് രാത്രി ഒരു സ്ഥലത്തും പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ഞാനിവിടെ കിടക്കുവാണ്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ അവിടെ എവിടെയെങ്കിലും കിടക്കും. ഈ നമ്മുടെ മലയൊക്കെ നോക്കിക്കൊണ്ട്, നമ്മുടെ ദാരിയൻ ചിങ്കിളൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇവിടെ കിടക്കുവാണ് കേട്ടോ. വേറെ ഒന്നും പറയാനൊന്നുമില്ല. നോക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം രാത്രിക്ക് മുന്നേ. ഇവിടെ നമ്മുടെ ബ്രോ എനിക്ക് കക്കാവ് തരുവാണ് കേട്ടോ. ഗ്രാസിയാസ് ഗ്രാസിയാസ്. കക്കാവ് വെച്ചിട്ട് കുറേ നാളായി കേട്ടോ.
അപ്പുറത്തെ മരത്തിൽ നിന്നതാണ് കേട്ടോ. പുള്ളിക്കാരൻ പൊട്ടിച്ചു തന്നു തോന്നുന്നത് അപ്പുറത്തെ മരത്തിലുണ്ടായിരുന്നു.